പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, കുട്ടികളാരുമില്ല. ചെറിയ ആൾ സ്കൂളിൽ പോയി, വലിയ ആൾ ഭയങ്കര ക്ഷീണമായിട്ട് കിടപ്പിലാണ്. അപ്പോൾ 2 ദിവസമായിട്ട് വയ്യ. നമ്മളൊന്ന് ഇന്നലെ അവൻ്റെ പെങ്ങളെ വീട്ടിലേക്കൊന്ന് പോയി, ആ വണ്ടിയിൽ തന്നെ പോയി, ആ വണ്ടിയിൽ തന്നെ വരും, അത്രേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അവന് ഭയങ്കര ക്ഷീണമാണ്. മിഞ്ഞാന്ന് തറവാട്ടിലേക്കൊന്ന് പോയി. അന്ന് അവിടെ മുമ്പ് കൂടി പൂരം പോവും, അന്ന് അവിടെ പൂരമാണ് അലനല്ലൂരത്തെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അത് കാണാൻ പോയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായി. അങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകാത്ത കഥയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഉറങ്ങന്നെ ഇരിക്കും ഫുൾ ടൈം, ഫിക്സ് ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ക്ഷീണമൊക്കെ ഇങ്ങനെ ശരീരമൊക്കെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് കാരണം ഇന്ന് 2 ആളും ഇല്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ആ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ്. ഞാൻ ഉച്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, ഞാൻ ഇന്നൊരു പ്രത്യേക ദിവസമാണ്, അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒരു 1:30 വരെ വെയിറ്റ് ചെയ്യട്ടെ. 1:30 കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കും, എന്നിട്ട് 2 മണിക്ക് ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ആർക്കും ഇതുവരെ ഇനി ഓർമ്മ ഉണ്ടായിട്ടാണോ ഇല്ലേന്ന് എനിക്ക് ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ്. കാരണം ഉണ്ടെങ്കിൽ എല്ലാവരും സ്റ്റാറ്റസ് വീഡിയോ ഇടലുണ്ട്, ഫോട്ടോസ് ഒക്കെ ഇടലുണ്ട്. ഞാൻ ഇതുവരെ എല്ലാവരും സ്റ്റാറ്റസ് നോക്കി ആരത് ഞാൻ കണ്ടില്ല. അപ്പോൾ ആരും എന്നെ വിഷ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, പക്ഷെ 10-ാം തീയതി ആണ് എന്നൊക്കെ അറിയാം. ചെറിയ ആൾക്ക് മാത്രമുള്ള ഡേറ്റ് അറിയാത്തത്. അന്ന് രാവിലെ ഇവിടെ എന്നോട് ചോദിച്ചു, എന്നാ അമ്മച്ചിൻ്റെ ബർത്ത്ഡേ എന്നാ, ഞാൻ ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെയും ചോദിച്ചു, ഇന്ന് 10-ാം തീയതി ആയോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ആയിട്ടില്ല പറഞ്ഞു. അത് ഞാൻ മനഃപൂർവ്വം അവനോട് പറയാതിരുന്നതാണ്. അല്ലാതെ മോളാണെങ്കിലും അവരൊക്കെ സ്റ്റാറ്റസൊക്കെ ഇടലുണ്ട്, ആങ്ങളുടെ കുട്ടികളൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ ആർക്കും കണ്ടില്ല. അപ്പോൾ അവർക്കൊന്നും ഓർമ്മയില്ല, മറന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞാൻ ഇത്രയും സമയമായിട്ടും ആരും വിളിക്കുകയെ അല്ലെങ്കിൽ മറ്റേ സ്റ്റാറ്റസൊക്കെ ഒന്നും കാണാതെ ആയപ്പോൾ വിഷ് ചെയ്യണ ഒരു മെസ്സേജോ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എല്ലാവരും മറന്നു എന്നുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ഇനി ആരും സ്റ്റാറ്റസ് ഒന്നും ഉണ്ട്, എന്തായാലും ഇപ്പോൾ 2 മണി 3 മണി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ആരും വിഷ് ചെയ്യണമെന്നില്ല. ഇനി വീഡിയോ കണ്ടിട്ട് ഓലാരും വിഷ് ചെയ്യൊന്നും വേണ്ട, അത് ഞാൻ സ്വീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് ഞാനായിട്ട് ഓല ഓർമ്മപ്പെടുത്തിയതല്ലേ, ഓർക്ക് ഓർമ്മ ഇല്ലല്ലോ, ഓല മറന്നു പോയില്ലേ. എനിക്കെന്തായാലും ഭയങ്കര ഒരു വിഷമമായി, അത് ഭയങ്കര സങ്കടം തോന്നി. കാരണം നമുക്ക് കേൾക്കേണ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്കത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. എനിക്കതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതിന് ഞാൻ അവരുതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിഷ് ചെയ്യലുണ്ടേനും. ഞാൻ അങ്ങോട്ടും അതേപോലെ ചെയ്യും, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചും വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ അടുത്ത വർഷത്തിൽ ഞാൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ ആരുണ്ടാവുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാൻ ഓലൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടണേ. ഇന്ന് ഞാൻ വേറെ ഒന്നിൻ്റെ ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഓരൊക്കെ ഒന്ന് അന്തം വിടട്ടെ, ഇന്ന് ഈ ദിവസമായിരുന്നു എന്നുള്ളത്. ഈ നിമിഷം വരെ ഞാൻ വെയിറ്റ് ചെയ്തു, വീഡിയോ എടുക്കാൻ പോലും ഞാൻ ഈ 1:30 വരെ എടുത്തില്ല. കാരണം ഒരു വിളിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ തന്നെ നോക്കിയിരിക്കുന്നു ഞാൻ ഫോണിൽ. ഞാൻ രാവിലെ മോൾക്ക് വിളിച്ചു, അപ്പോൾ എന്തോ തിരക്കില്ല തോന്നുന്നു, കുട്ടികൾ എന്തോ കറിഞ്ഞിട്ടാവും ഫോൺ എടുത്തിട്ടില്ല. ഇപ്പം എനിക്ക് തിരിച്ച് വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ മറ്റേ ഫോണിലുള്ള കോള് വരുന്നുണ്ട്, ഞാൻ കണ്ടു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്കുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയണില്ല, ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലായാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ വീഡിയോയിലൊക്കെ കാണട്ടെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം. അസ്സലാമു അലൈക്കും.